ഹലോ എവരിവൺ. അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സില് കിങ്ഷിപ്പ് സ്റ്റഡീസില് തേർഡ് ചാപ്റ്റർ ആയിരുന്നു പറഞ്ഞു നിർത്തിയത് അല്ലെ, ഡിസെന്റ് അപ്രോച്ചസിനെ കുറിച്ച്. ഡിസെന്റ് എന്ന് പറയുന്നത് എന്താണ്? വംശ പരമ്പരയാണ് അല്ലെ. നമുക്കറിയാം ഇപ്പം നമുക്ക് ഓരോ വീട്ടുപേരുണ്ടാവും അല്ലെ. ഇപ്പൊ പുത്തമ്പരക്കല്, ഉപ്പാന്തടത്തില്, അല്ലെങ്കിൽ കലങ്ങാലില്, ചെത്തിനാട്, അങ്ങനെയൊക്കെ ഒരുപാട് എന്താണ് വീട്ടുപേരുകളോ കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവും. അത് നമ്മുടെ എങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്? വീട്ടുപേര് കാര്യങ്ങളൊക്കെ നമുക്ക് എങ്ങനെ കിട്ടുന്നത്? നമ്മുടെ വംശത്തിന്റെ ആ ഒരു പാരമ്പര്യമാണ് അല്ലെ നമുക്ക് വീട്ടുപേരായിട്ട് കിട്ടുന്നത്. നമ്മുടെ വംശത്തിൽപ്പെട്ട ആളുകളെല്ലാം ഇന്ന വീട്ടുപേരിൽ അറിയപ്പെട്ടിരുന്ന ആളുകളാണ്. അങ്ങനെയാണ് നമ്മൾ വീട്ടുപേരുകൾ ഉണ്ടാക്കുന്നത്. അതേ രീതിയിൽ തന്നെ ഈ ഡിസെന്റ് അപ്രോച്ചിന് ഒരുപാട് അർത്ഥതലങ്ങളുണ്ട്. അതായത് നമ്മുടെ വംശപരമ്പര ഏത് രീതിയിലാണ് ഉണ്ടായത്, ഏത് രീതിയിലൊക്കെയാണ് വംശപരമ്പരകൾ നിലനിൽക്കുന്നത് തുടങ്ങിയ ഒരുപാട് കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ പിതൃവംശ പരമ്പര ഉണ്ടാവും, അതുപോലെ തന്നെ വംശ പരമ്പര ഉണ്ടാവും. അപ്പൊ പിതൃവംശ പരമ്പര എന്ന് പറയുന്നത് നമുക്കറിയാം, ഒരു കുട്ടി ആൺകുട്ടിയോ പെൺകുട്ടിയോ ജനിക്കുമ്പോൾ ആ കുട്ടിയുടെ വീട്ടുപേര് അല്ലെങ്കിൽ ആ കുട്ടി ഏത് കുടുംബത്തിൽപ്പെട്ട ആളായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്? ആ കുട്ടിക്ക് കിട്ടുന്ന വീട്ടുപേര് അപ്പന്റെ വീട്ടുപേരാണ് അല്ലെങ്കിൽ അച്ഛന്റെ വീട്ടുപേരാണ് അല്ലെ. അപ്പൊ ആ കുട്ടി ആ അച്ഛന്റെ കുടുംബത്തിലെ ആളായിട്ടാണ് പരിഗണിക്കപ്പെടുക. ആ അച്ഛന്റെ കുടുംബത്തിലെ സ്വത്ത് അല്ലെങ്കിൽ അച്ഛന്റെ പാരമ്പര്യം, അച്ഛന്റെ അവകാശം, ഇതൊക്കെയായിരിക്കും ആ കുട്ടിക്ക് കൂടുതലായിട്ട് ഉണ്ടാവുക. അതുപോലെ തന്നെ പണ്ട് കാലഘട്ടത്തിലെ നായർ തറവാടുകളിലൊക്കെ മാതൃപരമ്പര അല്ലെങ്കിൽ മാതൃവംശ പരമ്പരയായിരുന്നു ഉണ്ടായിരുന്നത്. അതായത് അമ്മയുടെ സ്വത്തിന്റെ അവകാശമായിരുന്നു കുട്ടികൾക്ക് ലഭിച്ചുകൊണ്ടിരുന്നത്. അമ്മയുടെ വീട്ടുപേരാണ് കുട്ടികൾക്ക് ഉണ്ടായിരുന്നത്. അതുപോലുള്ള അവകാശങ്ങളെല്ലാം അമ്മയുടെ ആയിരുന്നു. അമ്മയുടെ വംശം, ഇതൊക്കെയായിരുന്നു ആ കുട്ടികളും ആ ഒരു വംശത്തിന്റെ പേരിലാണ് അവരും അറിയപ്പെട്ടിരുന്നത്. അപ്പം വംശപരമ്പര എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ സൊസൈറ്റിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം നമ്മുടെ സൊസൈറ്റി എന്ന് പറയുന്നത് ഏത് രീതിയിലാണ് പരിഗണിക്കപ്പെടുക? സൊസൈറ്റി എന്ന് പറയുന്നത് കുടുംബങ്ങൾക്ക് പ്രാധാന്യമുള്ള ഒരു സമൂഹമാണല്ലേ ഇന്ത്യ എന്ന് പറയുന്നത്, ഇന്ത്യൻ സമൂഹം എന്ന് പറയുന്നത്. അപ്പൊ അതാണ് ഇവിടെ പറയാം കേട്ടോ. ടൈപ്സ് ഓഫ് ഡിസെന്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റില് അൺലീനിയൽ എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഉണ്ട്. ദ അൺലീനിയൽ ഡിസെന്റ് ട്രേസസ് the descent only with the help of a single line of ancestors, male or female. The males and females are the members of a unlineal family, but descent links are only recognized through relatives of one gender. There are two basic forms of unlineal descent. അപ്പോൾ unlineal എന്ന് പറയുന്ന കോൺസെപ്റ്റില് the males and females are the members of unlineal family, but descent links are only recognized through relatives of one gender. There are two basic forms of unlineal descent. ഒന്ന് പാട്രിലീനിയൽ ആണ്. അപ്പം പാട്രിലീനിയലും ഉണ്ട്, മാട്രിലീനിയലും ഉണ്ട്. അതുപോലെ ഡബിൾ ഡെസെന്റും എന്ന് പറയുന്ന കോൺസെപ്റ്റ് നമുക്ക് പഠിക്കാനുണ്ട്. അതായത് പാട്രിലീനിയൽ എന്ന് പറയുന്നത് വംശപരമ്പരയാണ്. മാട്രിലീനിയൽ എന്ന് പറയുന്നത് എന്താണ്? മാതൃവംശ പരമ്പരയാണ്. ഫസ്റ്റ് വൺ പാട്രിലിനിയൽ പരമ്പരയെ കുറിച്ച് ജസ്റ്റ് നോക്കാം. വിച്ച് ആർ ട്രേസ്ഡ് ത്രൂ ദ മെയിൽ ലൈൻ. അതാണ് പാട്രിലിനിയൽ. അതായത് ഇന്നത്തെ നമ്മുടെ സമൂഹം എന്ന് പറയുന്നത് എങ്ങനെയാണ്? പാട്രിലിനിയൽ സമൂഹം അല്ലെ, പാട്രിലിനിയൽ വംശ പരമ്പരയാണ് നമുക്കുള്ളത്. നമ്മുടെ അച്ഛന്റെ വീട്ടുപേരും അച്ഛന്റെ സ്വത്തും ഒക്കെ ആയിരിക്കും നമുക്ക് കിട്ടുക. മാട്രിലിനിയൽ എന്ന് പറയുന്നത് എന്താണ്? വിച്ച് ആർ ട്രേസ്ഡ് ത്രൂ ദ ഫീമെയിൽ ലൈൻ. അതായത് അമ്മയുടെ വംശം അല്ലെങ്കിൽ അമ്മയുടെ വംശ പരമ്പരയാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ മാട്രിലിനിയൽ കിട്ടുക. പിന്നെ ഡബിൾ ഡിസെന്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. ഇൻ ദിസ് ടൈപ്പ് ഓഫ് ഡിസെന്റ് ബോത്ത് ദ പാട്രിലിനിയൽ ആൻഡ് ദ മാട്രിലിനിയൽ ഗ്രൂപ്പ് എക്സിസ്റ്റ് വിത്ത് ദ attendant rights and obligations, but it allots a different set of expressions to each. This type of descent is followed by the Yako of Africa. അപ്പൊ ഡബിൾ ഡെസെന്റ് എന്ന് പറയുന്നത് അതിന് ഉദാഹരണം യാക്കോ എന്ന് പറയുന്ന
ആഫ്രിക്കയിലെ ഒരു വംശത്തെയാണ് നമ്മൾ ഈ ഡബിൾ ഡിസെന്റ് ഉദാഹരണമായിട്ട് പറയാം. ഈ ടൈപ്പ് ഓഫ് ഡിസെന്റിൽ ബോത്ത് ദ പാട്രിലിനിയൽ ആൻഡ് മാട്രിലിനിയൽ ഗ്രൂപ്പ് എക്സിസ്റ്റ് വിത്ത് ദ അറ്റൻഡ് റൈറ്റ്സ് ആൻഡ് ഒബ്ലിഗേഷൻസ് ബട്ട് ദിസ് അലോട്ട്സ് എ ഡിഫറെന്റ് സെറ്റ് ഓഫ് എക്സ്പ്രഷൻസ് ടു ഈച്ച്. അപ്പം ഈ രണ്ട് വംശപരമ്പരയും ഒന്നിച്ചു ചേർത്തിട്ടുള്ള ഒരു വംശപരമ്പര രൂപീകരിക്കുന്നതിനെയാണ് നമ്മൾ ഈ ഒരു യാക്കോ ഓഫ് ആഫ്രിക്കയുടെ വംശപരമ്പര എന്ന് പറയാം. അവർ രണ്ട് രീതിയിലും അച്ഛന്റെയും അമ്മയുടെയും വംശപരമ്പരകൾ അവർ കാത്തു സൂക്ഷിക്കാറുണ്ട്. അതുപോലെ തന്നെ കോഗ്നാറ്റിക് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. ദിസ് ഡിസെന്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് ബില്ലറൈൽ or binomial descent system, and in this descent a child is recognized as a descendant equality of both and the father and the mother. ഇനി ambilineal എന്ന് പറയുന്ന കോൺസെപ്റ്റ്, in this type of descent the patrilineal and matrilineal principles both work at the societal level, but at the level of the individual various rules or choices define a person as belonging to either the mother's or the father's group. The main emphasis is on the first type of descent group, and the unlineal descent has been described by anthropologists as exogamous groups. ഇനി അതർ റിലേറ്റഡ് ടേംസ് എന്ന് പറയുന്നത് ഒന്ന് ക്ലാൻ ആണ്. ക്ലാൻ എന്ന് പറയുന്നതും എന്താണ്, ലീനേജ്, ഇതെല്ലാം വംശവുമായി അല്ലെങ്കിൽ നമ്മുടെ ഗോത്രം ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒന്നാണ്. ക്ലാൻ എന്ന് പറയുന്നതും വളരെ പ്രധാനപ്പെട്ട ഒരു ടേം തന്നെയാണ്. നമുക്ക് ഈ ഒരു ഡിസെന്റ് റിഫോംസിനെ കുറിച്ച് അല്ലെങ്കിൽ ഡിസെന്റ് അപ്രോച്ചിനെ കുറിച്ച് ചോദിക്കുമ്പോൾ അതൊരു പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് അല്ലെങ്കിൽ ചോദ്യമായിട്ട് ചോദിക്കാറുള്ളതാണ് ക്ലാൻസിനെ കുറിച്ച്. ക്ലാൻ റിഫോംസ് ടു എ ലാർജർ എക്സോഗമസ് കാറ്റഗറി which is called as Gotras among Hindus. Amongst the Hindus, the person of a higher caste cannot marry within the own clan or Gotra. അതൊന്ന് ഓർക്കുക. അതായത് ഹിന്ദുസത്തിലെ ഗോത്ര എന്ന് പറയുന്ന കോൺസെപ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് ക്ലാൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ് കേട്ടോ. അതായത് ഒരു ഗോത്രവർഗത്തിൽപ്പെട്ട ആളുകളാണ് നമ്മൾ, ഒരേ ഗോത്രമാണ്, നമ്മുടെ ഗോത്രവർഗത്തിൽപ്പെട്ട ആളുകൾ ഇന്ന കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ കേട്ടിട്ടുണ്ടാവും നമ്മൾ. അപ്പൊ ക്ലാനിൽ പറയാം, ഒരേ ഗോത്രത്തിൽ പെടുന്ന ആളുകളാണെങ്കിൽ ഒരേ ഗോത്രത്തിൽ പെടുന്ന ആളുകൾ തമ്മിൽ വിവാഹം കഴിക്കാൻ പാടില്ല. അവർ തമ്മിൽ ഒരു രക്തബന്ധം ഉണ്ടായിരിക്കും. ആ രക്തബന്ധത്തിലുള്ള ആളുകൾ തമ്മിൽ വിവാഹം കഴിക്കാൻ പാടില്ല എന്നുള്ളതൊക്കെ പറയാറുണ്ട്. The common ancestors of a clan is generally a mythical figure. The members of a particular lineage live in close proximity in the rural areas and therefore have gathered occasions or for cooperation of conflict. The caste, subcaste are the endogamous units within which marriage takes place. In the lineage എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. Lineage refers to a descent group that is traced through only one of the present parents, etc. Example, the father or the mother. The word lineage is used to describe everyone who descends from a particular ancestor. The lineage members are exclusive in their membership. The members of the lineage exercise rights in common and are subject or obligations collectively. അതുപോലെ തന്നെ ഗോത്ര എന്ന് പറയുന്ന കോൺസെപ്റ്റ് എന്താണെന്നും പറയുന്നുണ്ട് അല്ലെ. ഒരു ഗോത്രത്തിലെ ആളുകൾ തമ്മിൽ എന്താണ് ഒരു പൊതുവായ രക്തബന്ധം ഉണ്ടായിരിക്കുമെന്നാണ് നമ്മൾ പറയാം. അപ്പൊ ഗോത്ര എന്താണെന്ന് ഇവിടെ പറയുന്നുണ്ട്. In this type of lineage caste, the marriage within the same gotra is prohibited, as it is believed that they belong to the members that descend from a common mythical ancestors. According to the anthropologists, simple societies are a part of the colonial enterprises of trying to understand societies that were colonized or were explored. The theories that were developed by Mine and Morgan was that the societies that transited from status to contract forms of organization and form cooperative to individual form of property ownership. അതുപോലെ ഡിസെന്റ് അപ്രോച്ച് ഇൻ കിൻഷിപ്പ് സ്റ്റഡീസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട് നമുക്കിത്. കിൻഷിപ്പ് ഇസ് ഡിഫൈൻഡ് ഡിഫറെന്റ്ലി ഇൻ ഡിഫറെന്റ് സൊസൈറ്റീസ്. There are certain set of norms or rules that define the term. The anthropologists made various efforts to understand the constitution of society and gave the theory of descent as the principle of organizing the social structure. In evolution of descent approach എന്ന് പറയുന്നത്, the integration of the society was the main focus of the functionalist anthropologists in the early stages. The primitive societies were viewed as kingship based, but the integration of the social structure was located in
kingship system, Radcliffe Brown stated that only the group formed on the basis of unlineal descent did not overlap, and hence the understanding of unlineal descent group was important for the formation and community of social structure. The descent approach resulted from the critical problems raised by 19th century anthropologists, mainly Mine and Morgan, and the focus was on finding the relationship between kingship and territory, and also finding the differentiation between family uh, as clan as undated group. The main objective was to find out the constitution of primitive society and their political institution. അപ്പം ഈ ഒരു ഡിസെന്റ് അപ്രോച്ചിന്റെ ഇവല്യൂഷൻ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഒരു വംശപരമ്പര എന്ന് പറയുന്നത് ഒറ്റയടിക്ക് രൂപപ്പെട്ട ഒന്നല്ല, അല്ലെ? കുറെ കാലങ്ങളായിട്ട് നമ്മുടെ മനുഷ്യ മനസ്സിൽ ഉണ്ടായിരുന്ന ഒരു കാര്യമാണ് വംശപരമ്പര എന്ന് പറയുന്നത്. അപ്പൊ ഒരുപാട് കാലങ്ങൾക്ക് മുൻപേ തന്നെ അത് രൂപപ്പെട്ടു. ആളുകൾ ഒരുമിച്ച് ഒരു സ്ഥലത്ത് സ്ഥിരതാമസമാക്കാൻ തുടങ്ങിയപ്പോൾ മുതൽ പിന്നീട് അത് ഗോത്രങ്ങളായിട്ട് വളരുകയും അവർ അവരുടേതായ ഒരു വംശപരമ്പര നിലനിർത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിന് കാലങ്ങളോളം പഴക്കമുണ്ടെന്നുള്ള കാര്യം നമ്മൾ ഓർക്കുക. അതുപോലെ തന്നെ ഫീച്ചേഴ്സ് ഓഫ് ഡിസെന്റ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. അതായത് ഡിസെന്റ് പ്രിൻസിപ്പിൾസിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന്. Some of the important features of the descent principle as found in the theories of anthropologists using descent approach are as follows. Descent principles have parallel rules of post-marital residence. ഒന്ന് patriarchality ആണ്. Patriarchality refers to when a newly wed couple lives close to or near the husband's family. It is standard practice for married men to maintain close proximity with their male relatives in many societies. ഇനി മാട്രിലോക്കലി എന്ന് പറയുന്നത്, മാട്രിലോക്കലി denotes a pattern of marriage in which the groom resides with the bride's parents, as opposed to the more common patriarchal marriage where the bride goes to live with the groom's kin. Second one, the norms of the descent are used to determine parenthood, identify ancestry, and assign people to social categories, groups, and roles on the basis of inheritant status. The descent theories referred about the genealogically charts that helped trace connections between kin. Fourth one, then the kinship terminologies were important in indicating the allocation. അതുപോലെ തന്നെ യൂസേജ് ഓഫ് ഡിസെന്റ് അപ്രോച്ച് ബൈ ആന്ത്രോപോളജിസ്റ്റ് എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് ഉണ്ട്. മൽനോവിസ്കി, റാഡ്ക്ലിഫ് ബ്രൗൺ, ഇവാൻസ് പ്രിച്ചാർഡ് ആൻഡ് മയർ ഫോറസ്റ്റ് were some of the anthropologists of the period who advanced the functionalist approach to these questions. The theory believed that every aspect of a culture, no matter how seemingly disparate, kingship terms, technology, food methodologies, artistics, motivation, had a subjective process, and that within a given culture, these diverse structures worked together to maintain the viability of the group. Henry Morgan, descriptive and classificatory terminologies എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റില് one of the eminent anthropologists named Henry Lewis Morgan carried out fieldwork among the Native American people. He made an effort in ancient society in order to link the evolution of kingship institutions to technological changes and the evolution of property forms and their work, namely systems of continuity and affinity of the human family, that was published in 1871, provided an evolutionary thinking according to which kingship was defined as a social institution identifying the earlier steps of societal organization. Kingship was shown as the epicenter of so-called primitive societies, social organization. It was also viewed as the principle for differentiated simple society from complex modern societies. He also made a distinction between the classificatory and descriptive system of kingship. In the classificatory system, the relatives that are not in Igo's direct line of descent or ancestry, called the collateral kin, are placed in the same terminological grouping as lineal kin relatives in Igo's direct line of descent. ഓക്കെ, ഇതാണ് ഹെൻറി മോർഗന്റെ ഡിസ്ക്രിപ്റ്റീവ് ആൻഡ് ക്ലാസിഫിക്കേറ്ററി ടെർമിനോളജി എന്ന് പറയുന്ന കോൺസെപ്റ്റിലുള്ളത്.
അതുപോലെ തന്നെ റാഡ്ക്ലിഫ് ബ്രൗൺ അവരുടെ ആഫ്രിക്കൻ സിസ്റ്റം ഓഫ് കിങ്ഷിപ്പ് ആൻഡ് മാരേജ് എന്ന് പറയുന്ന കോൺസെപ്റ്റിൽ അദ്ദേഹം പറയുന്നുണ്ട്, റാഡ്ക്ലിഫ് ബ്രൗൺ പറയുന്നുണ്ട്. റാഡ്ക്ലിഫ് ബ്രൗൺ എന്ന് പറയുന്ന ആരാണ്? ഒരു പ്രധാന സോഷ്യോളജിസ്റ്റ് തന്നെയാണ് അല്ലെ. അപ്പൊ ആഫ്രിക്കൻ സിസ്റ്റത്തിൽ അവരുടെ ഒരുപാട് വംശപരമ്പര വളരെ ഡിഫറെന്റ് ആണ്. അപ്പൊ അവരുടെ വംശപരമ്പര എങ്ങനെയാണ്, അവരുടെ വംശപരമ്പരയിൽ അവർ എത്രത്തോളം കൃത്യമായിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്, ഏതൊക്കെ രീതിയിലാണ് അവരുടേത് നമ്മുടെ നിന്ന് ഡിഫറെന്റ് ആയിരിക്കുന്നത് എന്നൊക്കെ ഇവിടെ പറയുന്നുണ്ട്. റാഡ്ക്ലിഫ് ബ്രൗൺ stressed on kingship and kingship terminologies that help in understanding the social structure. He opined that the kingship is the basis of symbol societies, and by studying the kingship system and terminology of a society's social structure can be understood. He also studied the functional aspects of kingship. In Evans Pritchard, the study of Newer of Africa എന്ന് പറയുന്ന കോൺസെപ്റ്റില് the research of Evans Pritchard's on the Newer or the southern Sudan stressed on kingships groups that were based on descent in the male line from non-ancestors. He stressed on the requirement, preparedness, and functioning of such group of Africa. He researched that the life of Newer is the necessity migratory and not controlled by the evolved governing institutions. There is an important place of the segmental lineage system in the tribal society which are based on descent through the male line. Okay, അതായത് പല സൊസൈറ്റീസ് ഇപ്പം നമ്മൾ പറയുന്ന പോലെ ആഫ്രിക്കൻ സൊസൈറ്റീസും ഏഷ്യൻ സൊസൈറ്റീസും ഒക്കെ ചില പ്രത്യേക വംശപരമ്പരകൾ കാത്തു സൂക്ഷിക്കുന്നവരായിരിക്കും. ചിലര് പിതൃ വംശപരമ്പര ആയിരിക്കും കാത്തു സൂക്ഷിക്കുക, മറ്റു ചിലര് മാതൃവംശരേഖയായിരിക്കും വംശപരമ്പരയായിരിക്കും കാത്തു സൂക്ഷിക്കുക. അപ്പൊ അതെല്ലാം തമ്മിൽ വ്യത്യാസം ഉണ്ടെന്നാണ് പറയാ കേട്ടോ. ഇപ്പൊ നമ്മുടെ ഇന്ത്യയിൽ ഓർക്കുക, ഇന്ത്യയിൽ മിക്കവരും എന്താണ് ചെയ്യുന്നത്, അച്ഛന്റെ കുടുംബ പേര് അല്ലെങ്കിൽ അച്ഛന്റെ വീട്ടുപേരൊക്കെ ആയിരിക്കും നമ്മൾ പിന്തുടർന്ന് പോരുക. അതുപോലെ തന്നെ കോംപ്ലിമെന്ററി ഫിലിയേഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഉണ്ട്. മാട്രിഫിലിയേഷൻ അതുപോലെ തന്നെ പാട്രിഫിലിയേഷൻ, ക്വാസി ഫിലിയേഷൻ. അതിനെക്കുറിച്ച് എന്താണെന്ന് നോക്കാം. മാട്രിഫിലിയേഷൻ എന്ന് പറയുന്നത് refers to the filiation with a mother side in patrilineal society. Patrifiliation എന്ന് പറയുന്നത് refers to the affiliation with the father side in matrilineal society. Quasi filiation എന്ന് പറയുന്നത് refers to the purpose of purchase of filiation by father in matrilineal society. 3 കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ഓർക്കേണ്ടത് കേട്ടോ. ഇനി വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു നമുക്ക് ഇതിൽ നിന്ന് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡിഫൈൻ ഡിസെന്റ്, എന്താണ് വംശപരമ്പര, അതിനെക്കുറിച്ച് ഒരു ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പൊ എന്താണ് ഡിസെന്റ് എന്ന് പറയുന്നത്? ഡിസെന്റ് is the system of acknowledged social parentage which varies from society to society, whereby the person may claim kingship rights with another. If no limitation were placed on the recognition of kingship, everybody would be kin to everyone else. But in most societies, some limitation is emphasized on the perception of common ancestors, so that a person regards many of his associates as not his kin. The patriarchal importance of descent comes from its use as a means for one person to assert rights, duties, privileges, or status in relation to another person. Okay, അതാണ് ഡിഫൈൻ ഡിസെന്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റ്. പിന്നെ വരുന്നത്, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ അൺലീനിയർ ഡിസെന്റ് ആൻഡ് ഡബിൾ ഡിസെന്റ്. ഓക്കെ, അൺലീനിയർ ഡിസെന്റ്സും അതുപോലെ ഡബിൾ ഡിസെന്റും തമ്മിലുള്ള ഒരു ഡിഫറൻസ് കാര്യങ്ങളൊക്കെയാണ് ചോദിക്കുക. Many societies constructed kingship groupings, roles, and relationships by tracking descent exclusively through the male patrilineal or female matrilineal line. The resulting units are called unlinear descent groups, either patrilineages and matrilineages according to the prevailing descent rule. Unlinear kingship institutions occur at over twice, and the incidence of cognitive ones among the world's cultures. In many societies, unlinear descent group assume important corporate functions such as land ownership, political representation, and mutual aid and support. അപ്പൊ അതാണ് അൺലീനിയർ ഡിസെന്റ് ആൻഡ് ഡബിൾ ഡിസെന്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റിൽ ഉള്ളൊരു മാറ്റം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ,
അതുപോലെ തന്നെ വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ് മാട്രിലിനിയൽ പാട്രിലിനിയൽ അതിന്റെ ഒരു വ്യത്യാസം എന്താണെന്നുള്ള ചോദിച്ചൊക്കെ ക്വസ്റ്റ്യൻ വരാറുണ്ട് കേട്ടോ. അപ്പൊ മാട്രിലിനിയൽ എന്താണ്, പാട്രിലിനിയൽ എന്താണെന്നുള്ളത് ഓർത്തിരിക്കുക. മാട്രിലിനിയൽ എന്ന് പറയുന്നത് എന്താണ്, അമ്മയുടെ വംശപരമ്പരയാണ്. പാട്രിലിനിയൽ സൊസൈറ്റി എന്ന് പറയുന്നത് പിതൃവംശ പരമ്പര നിലനിർത്തുന്ന സമൂഹമാണ്. ഓക്കെ, പിന്നെ വരുന്ന 5th ചാപ്റ്റർ എന്ന് പറയുന്നത് അതുപോലെ തന്നെ 4th ചാപ്റ്റർ ആണ് അലയൻസ് എന്ന് പറയുന്നത്, സഖ്യം. അതായത് ഒരു അലയൻസ് വന്നിട്ടുണ്ട്, മോൾക്ക് ഒരു അലയൻസ് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ മോനൊരു അലയൻസ് വന്നിട്ടുണ്ട് എന്നൊക്കെ നമ്മൾ കേൾക്കാറുണ്ട് അല്ലെ. അപ്പൊ അതെന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ഒരു ബന്ധം അല്ലെങ്കിൽ ബന്ധുത്വം, ഒരു സഖ്യം, അതൊക്കെയാണ് അതൊരു അലയൻസ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം മാരേജിലും ഒക്കെയുള്ള ഒരു അലയൻസ് സിസ്റ്റം എങ്ങനെയാണെന്നാണ് ഇവിടെ നമ്മൾ 4th ചാപ്റ്ററിൽ പറയുന്നത്. We have studied in the previous chapter that the kingship is the system that helps in recognizing relationship by marriage, blood and social relationship. There are 3 approaches which can be helpful in the study of kingship relations: culture approach, a final biological approach between 1940 and 1960s. The descent approach dominated the British social anthropology, which was formulated out of earlier anthropological theories, which has their central concern the relationship between kingship and territory and between family and kin groups. ഇതിൻ്റെ അകത്ത് അലയൻസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ സഖ്യം എന്ന് പറയുന്ന കോൺസെപ്റ്റില് നമ്മൾ പറയാം മാരേജ് വഴിയുള്ള ഒരു അലയൻസ് അല്ലെങ്കിൽ ബ്ലഡ് വഴിയുള്ള ബ്ലഡ് റിലേഷൻസ്, അതുപോലെ തന്നെ മാരേജ് വഴി ഉണ്ടാവുന്ന ബന്ധങ്ങളെയൊക്കെ നമ്മൾ ഈ ഒരു പാഠത്തിൽ കൂടുതൽ തറവായിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. There was another approach that was developed over descent approach called that alliance approach, which criticized it on the ground that is lays too much stress on constitutional relations, leaving behind relations formed by marriage. The approach emphasized on understanding those kin members who are connected by affinal relations and thereby understanding the kingship network. According to this approach, kingship consists of a number of components like descent, inheritance, marriage, affinity, and residence. The 2 eminent anthropologists, namely Lévi-Strauss and Dumont, in there the elementary structures of kingship and marriage alliance, respectively, talked of the alliance approach. Following are some of the important features of the alliance approach to the study of kingship. First one, this is represented in the tribal societies at the level of the lineage or clan in the rule of exogamy. The establishment of the marriage ties between lineages in its basic rule. The symmetrical alliance in the most common form in which 2 lineages, groups of lineages of monarchies exchange women between them. അതുപോലെ തന്നെ marriage as a form of exchange എന്ന് പറയുന്ന കോൺസെപ്റ്റില് Lewis Dumas stated that alliance is a representation of intermarriage between larger or smaller groups. Lévi-Strauss developed the concept of marriage alliance in order to deal with the societies which practice cross-cousin marriage. He added that these forms marriage are but specific aspects of system of the exchange of women between groups, which creates perpetual marriage alliance between them. He believed that the exchange of women in the symbolic exchange of gifts, which was a medium from the transition from the animal world of nature to the human one of culture. According to Levi, women were supreme gift and had to be exchanged because of incest taboo, with the prohibited women from entering into sexual relations with the men to their close group. അപ്പൊ ഇതിൻ്റെ അകത്ത് മാരേജ് ആസ് എ ഫോം ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയുന്ന കോൺസെപ്റ്റില് നമ്മൾ പണ്ടത്തെ ഒരു സിസ്റ്റം നോക്കുകയാണെങ്കിൽ അവിടെ അലയൻസ് വന്നുകൊണ്ടിരുന്നത് ഒരു വീട്ടിലെ ഒരു അച്ഛനും അമ്മയും ഒരു അനിയനും അല്ലെങ്കിൽ ഒരു മകനും മകളും ഉണ്ട്, വേറൊരു വീട്ടിൽ ഒരു മകനും മകളും ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പൊ മകന് മറ്റേ വീട്ടിലെ മകളെ കൊണ്ട് കല്യാണം കഴിപ്പിക്കും, നമ്മുടെ മകളെ മറ്റേ വീട്ടിലെ മകന് കല്യാണം കഴിച്ചു കൊടുക്കും. അപ്പൊ അങ്ങനെ ഒരു എക്സ്ചേഞ്ച് ആണ് ശരിക്കും പറഞ്ഞാൽ പണ്ട് കാലഘട്ടത്തിലെ മാരേജുകളിലൊക്കെ കൂടുതലും ഉണ്ടായിരുന്നു. അപ്പം ഇവര് തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് ഇപ്പൊ അളിയനാണെന്ന് പറഞ്ഞാലും 2 രീതിയിലും അളിയന്മാരാവും അല്ലെ. അപ്പൊ പെങ്ങളെ കിട്ടിയത് കൊണ്ട് അളിയനാവും, എന്റെ പെങ്ങളെ അല്ലെങ്കിൽ ആ ഒരു ആങ്ങളയുടെ പെങ്ങളെ മറ്റൊരു ആള്, അതായത് ഭാര്യയുടെ ആങ്ങളയ്ക്ക് കെട്ടിച്ചു കൊടുത്തുകൊണ്ട് അത് അളിയനായിട്ട് പറയാം. അപ്പൊ അവരുടെ ബന്ധം എന്ന് പറയുന്നത് കുറച്ചുകൂടെ സ്ട്രോങ് ആയിരിക്കും. ഓക്കെ, അപ്പൊ അതാണ് പറയുന്നത്. അതുപോലെ
He believed that the exchange of women in the symbolic exchange of gifts, which was medium from the transition from the animal world of nature or to the human one of culture, according to Levi, women are were supreme gift and had to be exchanged because of instant taboo, with a prohibited woman from entering into sexual relations with a man to their close group. The exchange was considered as a continuity of the society. Therefore, the marriage alliance was formed because of the twin principle to reciprocity and instant taboo, and the marriages as a form of exchange helps us to differentiate between two groups. Example, the wife takers and the wife givers as placed in a structure of hierarchy in the social system. ഇപ്പോൾ വൈഫ് ടേക്കേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ വൈഫ് ഗീവേഴ്സ് ഉണ്ട് അല്ലേ. ആ ഒരു കോൺസെപ്റ്റ് ആണ് നമുക്കുണ്ടായിരുന്നത്. അതായത് ഭാര്യയെ സ്വീകരിക്കുന്നു, ഭാര്യയെ കൊടുക്കുന്നു അല്ലേ. അപ്പൊ അങ്ങനെയുള്ള ഒരു കോൺസെപ്റ്റിലാണ് പണ്ട് കാലഘട്ടങ്ങളിൽ മാരേജസ് കൂടുതൽ ഉണ്ടായിരുന്നത്. ഏതോ ഒരു ഒന്ന് രണ്ട് സിനിമയിലൊക്കെ അങ്ങനെ കാണിക്കുന്നുണ്ട്. അതായത് മോഹൻലാലും മമ്മൂട്ടിയൊക്കെ ഉള്ള ഒരു സിനിമയിൽ മോഹൻലാലിന്റെ പെങ്ങളെ മമ്മൂട്ടി കെട്ടുന്ന, മമ്മൂട്ടിയുടെ പെങ്ങളെ മോഹൻലാൽ കെട്ടുന്ന, അങ്ങനെയൊക്കെ ഒരു സിനിമയുണ്ട്, പഴയൊരു സിനിമയാണ്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള സിസ്റ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് ഓർക്കുക. പിന്നെ റൂൾസ് ഓഫ് മാരേജ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഉണ്ട്, വിവാഹ നിയമങ്ങൾ ഏതൊക്കെയാണെന്ന്. അപ്പം നമുക്ക് ഇന്ന് അറിയാം ഒരുപാട് വിവാഹ നിയമങ്ങളുണ്ട് അല്ലെ. നമ്മുടെ ഗവൺമെന്റ് അല്ലെങ്കിൽ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റവും ഒക്കെ പാലിക്കപ്പെടുന്ന അല്ലെങ്കിൽ പാലിക്കാൻ നിർബന്ധിതമാക്കുന്ന ഒരുപാട് മാരേജ് റൂൾസ് ഉണ്ട്. അപ്പൊ അതിനെക്കുറിച്ച്, വിവാഹ നിയമങ്ങളെ കുറിച്ച് നോക്കാം. Apart from sexual relationship and reproduction, marriage was the main method for reinforcing the alliance between network of groups of people. There are certain rules and norms that are associated with this alliance, such as who should marry whom, as either a matter of preference or prohibition. The foremost rule that governs the formation of alliance in instant taboo and exogamy. എക്സോഗമി ഒക്കെ എന്താണെന്ന് അറിയാലോ അല്ലെ. ഇൻസെന്റ് ടാബു എന്ന് പറയുന്നത് the instant rule forbids the sexual relation between some categories of person and it regulates mating. The definition of incest in the West in that it is a sexual relation between parent and children and between siblings, as studied in the previous chapter. The North concept of rural was in contrast to his concept, which Evans Pritchard used for instant prohibited sexual relation between members of same clan, between cognates up to 6 generations, and between man and woman who married other women of his lineage. The basic principles of the instant rule in the that is means that members who are forbidden from having sexual relations are automatically prohibited from getting married. Levistrauss opinion rather than prohibiting members from having sexual relation forces man to look for a spouse outside their own group. The men are not allowed to marry women of their group and look for their spouse, which is done by giving their daughters and sisters as exchange of wives. The rule of instant helps in the formation of an alliance between two or more groups and creates orderly between them. അപ്പൊ ഇൻസെന്റ് ടാബു എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഉണ്ട്. അപ്പം അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇൻസ്റ്റന്റ് ടാബു എന്ന് പറയുന്നത് ഒരേ രക്തബന്ധത്തിലുള്ള ആളുകൾ തമ്മിലുള്ള സെക്സ് അല്ലെങ്കിൽ ലൈംഗിക ബന്ധങ്ങള്, സെക്ഷൽ റിലേഷൻസ് നിരോധിക്കുന്ന തരത്തിലുള്ള നിയമങ്ങളാണ് നമ്മൾ പറയുക ഇൻസ്റ്റന്റ് ടാബു എന്ന് പറയുന്ന കോൺസെപ്റ്റിൽ ഉൾപ്പെടുത്തുക കേട്ടോ. ഒരേ രക്തബന്ധമുള്ള ആളുകൾ തമ്മിലുള്ള സെക്ഷൽ റിലേഷൻഷിപ്പ് നമ്മൾ ഒരിക്കലും അനുവദിക്കുന്നില്ല. അപ്പൊ അതാണ് പറയാം. പിന്നെ റൂൾ ഓഫ് എക്സോഗമി എന്ന് പറയുന്ന കോൺസെപ്റ്റും കൂടെ ഉണ്ട് നമുക്ക് പഠിക്കാനായിട്ട്. According to the rule of exogamy, the marriage within specific groups is not allowed. That hence the marriage patterns outside one's one group are preferred. Therefore, the important functions of the rule of exogamy it is to form the exchange between families and to combine with them into a larger social structure. There are many societies in which the rule of exogamy prohibits marriage between social categories, which includes near relatives, but also to distant or collateral relationships. In many societies observed, and marriage with a certain relatives and prescription of marriage with others relatives is not allowed. There is a positive rule of marriage, whereas the prohibition rule is a negative rule of marriage.
ഇതാണ് റൂൾ ഓഫ് എക്സോഗമി എന്ന് പറയുന്നത്. പിന്നെ ലെവിസ്ട്രാസ് എലിമെന്ററി ആൻഡ് കോംപ്ലക്സ് സ്ട്രക്ചർ എന്ന് പറയുന്ന കോൺസെപ്റ്റില് ലെവിസ്ട്രാസ് ഒപ്പീനിയൻ ഇൻ ഹിസ് ബുക്ക് ദ എലിമെന്ററി സ്ട്രക്ചർ ഓഫ് കിങ്ഷിപ്പ് ദാറ്റ് ദ പ്രിമിറ്റീവ് ആൻഡ് irreducible character of the kingship unit is a consequences of the instant taboo. The taboo allows the circulation of women and hence the kingship was on the basis of alliance or exchange of women. There is no descent group or family that could perspectives itself alone and were forces towards contract alliance in order to reproduce themselves for recognition of family and society. Levi-Strauss' opinion that alliance takes precedence over descent as the important aspects for the functioning of kingship, and kingship is nothing but the exchange of women between two or more groups that are different types of marriage rules, and Levi-Strauss differentiate between two different structural models of exchange. അപ്പോൾ ഈ ഒരു എക്സോഗമി എന്ന് പറയുന്ന കോൺസെപ്റ്റ്, അതുപോലെ തന്നെ ഇൻസ്റ്റന്റ് ടാബു എന്നൊക്കെ പറയുന്ന കോൺസെപ്റ്റില് ഒരേ രക്തബന്ധത്തിലുള്ള ആളുകൾ തമ്മിലുള്ള വിവാഹം അല്ലെങ്കിൽ ലൈംഗിക ബന്ധം നിരോധിക്കുകയാണ് ചെയ്യുക. അപ്പം വിവാഹം കഴിക്കുകയാണെങ്കിൽ പോലും ആ ഗ്രൂപ്പിന് പുറത്തുള്ള ഒരാളുമായിട്ട് മാത്രമേ വിവാഹബന്ധം അനുവദിച്ചിരുന്നുള്ളൂ. ഗോത്രവർഗ്ഗങ്ങളിലാണെങ്കിൽ പോലും ഒരേ രക്തബന്ധം, ഒരേ ഗോത്രത്തിൽപ്പെട്ട ആളുകൾ തമ്മിലുള്ള വിവാഹബന്ധം അവര് നിരോധിച്ചിരുന്നു. അപ്പൊ അതാണ് കേട്ടോ പറയുന്നത്. പിന്നെ അതിൻ്റെ അകത്ത് സ്ട്രക്ചർ സിസ്റ്റത്തില് എലിമെന്ററി സ്ട്രക്ചർ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. Elementary structure, these societies observed the opposite marriage rules and suggested the category of person one could marry. According to the rule, the cross cousins are recommended marriage patterns. See, this type of structure is seen among the Australian, certain parts of Southeast Asia, Southern India, and of South America. Complex structures, this is the practice of negative marriage rule in which one is forbidden from marrying a person from a certain category. According to the negative rule, one is not allowed to marry one's parallel cousins, siblings, and parents. This type of structure is seen to Europe and Africa, and among the Levi-Strauss also focused on the elementary structure and considered marriage rules as the institution and joins the society together. He made a differentiation between two types of elementary structures, channelized and restricted exchanges. അപ്പൊ എലമെന്ററി സ്ട്രക്ചറും കോംപ്ലക്സ് സ്ട്രക്ചറും ഒക്കെ പറയുന്നത്, എലമെന്ററി സ്ട്രക്ചറിൽ ക്രോസ് കസിൻ മാരേജസ് ഓക്കെ ആണ് എന്നുള്ളതാണ് പറയാം. അതായത് ഇപ്പൊ സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലൊക്കെ ഈ ക്രോസ് കസിൻ മാരേജ് ഉണ്ട്. അതായത് ആങ്ങളയുടെ മകളെ പെങ്ങളുടെ മകൻ കെട്ടുക, അങ്ങനെയുള്ള കുറെ കോൺസെപ്റ്റുകളൊക്കെ നമ്മുടെ കേരളത്തിലൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നു അല്ലെ. മുറപ്പെണ്ണ്, മുറച്ചെറുക്കൻ, അങ്ങനെയൊക്കെയുള്ള ഒരു കോൺസെപ്റ്റുകൾ ഉണ്ടായിരുന്നു. അപ്പം പല ആളുകളും ഒരേ അപ്പൊ അമ്മാവന്റെ മകനെ അല്ലെങ്കിൽ അമ്മാവന്റെ മോളെ ഒക്കെ കല്യാണം കഴിച്ചിട്ടുണ്ട്. പക്ഷെ അങ്ങനെയുള്ള മാരേജസിൽ ഒരുപാട് കോംപ്ലിക്കേഷൻസ് വരാറുണ്ട്. കാരണം അങ്ങനെയുള്ള മാരേജസ് നടക്കുമ്പോൾ ഉണ്ടാകുന്ന കുട്ടികൾക്ക് വൈകല്യങ്ങള്, ഒരേ രക്തബന്ധത്തിലുള്ള ആളുകൾ തമ്മിലുള്ള ലൈംഗിക ബന്ധത്തിലൂടെ ജനിക്കുന്ന കുട്ടികൾക്ക് അതേ രീതിയിലുള്ള പ്രശ്നങ്ങൾ, കാര്യങ്ങൾ ഉണ്ടാവാറുണ്ട് കേട്ടോ. അപ്പൊ അതെല്ലാം ഒരു കാരണമായിട്ട് എടുത്തിട്ടാണ് ഇന്ന് പലരും ഈ ഒരു മുറപ്പെണ്ണ്, മുറച്ചെറുക്കൻ ആ വിവാഹങ്ങളെ ഇന്ന് തടയുന്നത്. പലരും ഇന്ന് അത്തരത്തിൽ വിവാഹങ്ങൾ കഴിക്കാറില്ല. പണ്ട് കാലത്ത് പക്ഷെ അത് കൂടുതലായിരുന്നു. കൂടുതലായിട്ടും മുറപ്പെണ്ണിനെ, മുറച്ചെറുക്കനെയൊക്കെ വിവാഹം കഴിക്കുന്നത് സ്വത്തുക്കൾ അന്യാധീനപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. അപ്പൊ അത് ഓർക്കുക. അതായത് പെൺകുട്ടിയെ വിവാഹം കഴിച്ചു വിടുമ്പോൾ അവൾക്ക് കിട്ടുന്ന സ്വത്ത് അതൊക്കെ ആ മറ്റു കുടുംബത്തിലേക്ക് പോകും. അതുപോലെ തന്നെ കുടുംബത്തിലെ ഒരു ചെറുക്കൻ വേറൊരു പെണ്ണിനെ വിവാഹം കഴിച്ചുകൊണ്ട് വരുമ്പോൾ ആ സ്വത്തിന്റെ അവകാശം അവളുടെ മക്കളിലേക്ക് പോകും അല്ലെ. അപ്പൊ അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മുറച്ചെറുക്കൻ, മുറപ്പെണ്ണിനെയായിട്ട് വിവാഹങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത്. അതുപോലെ കോംപ്ലക്സ് സ്ട്രക്ചറിൽ എന്താണ് ഈ ഒരു കസിൻസ് തമ്മിലുള്ള വിവാഹം നിരോധിക്കുന്നു. അതുപോലെ തന്നെ സിബ്ലിങ്സ്, പേരൻസ്, പാരൽ കസിൻസ് ഇവരൊക്കെ തമ്മിലുള്ള വിവാഹങ്ങൾ ഇല്ലാതാക്കണം. അത് ശരിക്കും പറഞ്ഞാൽ അത് ചെയ്യാൻ പാടില്ല എന്നാണ് തന്നെയാണ് പറയാം. പാരൽ കസിൻസ് എന്ന് പറയുന്നത് ഇപ്പം അനിയന്റെ അല്ലെങ്കിൽ ചേട്ടന്റെ മോനും അനിയന്റെ മകളും തമ്മിലുള്ള വിവാഹത്തെ ശരിക്കും പറഞ്ഞാൽ എതിർക്കുന്നുണ്ട്. അത് പാരൽ കസിൻസ് ആയിട്ടാണ് അവർ പറയുക. അപ്പം അങ്ങനെയുള്ള കോംപ്ലക്സ് സ്ട്രക്ചർ വിവാഹങ്ങൾ നമ്മൾ നടത്താറില്ല. പിന്നെ ജനറലൈസ്ഡ് എക്സ്ചേഞ്ച് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് includes preferential marriage between groups and bigger than the conjugal family.
that are 3 or more groups involved in the exchange of women in the one direction. If we denote the group A and B and C, then the direction of exchange is the group A gives women to B, group B to C, and group C gives women to A, thus forming a circle. The exchange is delayed and indirect. The generalized exchange is considered as systematic, and there is no relation to equality between wife takers and wife givers. അപ്പൊ ഇതിൻ്റെ അകത്ത് ഈ ജനറലൈസേഷൻ എക്സ്ചേഞ്ച് എന്ന് പറയുന്ന കോൺസെപ്റ്റില് ഓർത്തിരിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ABC 3 കുടുംബങ്ങളെ ഓർക്കുക. അപ്പം തൊട്ടടുത്തുള്ള 3 കുടുംബങ്ങളെ ഓർക്കുക. ABC എന്ന് ആ 3 കുടുംബങ്ങൾക്ക് പേരിടുക. A കുടുംബത്തിലെ മകളെ B കുടുംബത്തിലെ കുട്ടിക്ക് വിവാഹം കഴിച്ചു കൊടുക്കുന്നു. B കുടുംബത്തിലെ മകളെ C കുടുംബത്തിലെ കുട്ടിക്ക് വിവാഹം കഴിച്ചു കൊടുക്കുന്നു. C കുടുംബത്തിലെ മകള് A കുടുംബത്തിലേക്ക് വിവാഹം കഴിച്ചു പോകുന്നു. അങ്ങനെ ഒരു റൊട്ടേഷൻ രീതിയിലാണ് ഈ ഒരു എന്താണ് ജനറലൈസ്ഡ് എക്സ്ചേഞ്ച് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റില് വിവാഹങ്ങൾ നടക്കുക. ഓക്കെ, അപ്പൊ അത് ഓർക്കുക കേട്ടോ. പിന്നെ വരുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് an example of symmetrical exchange, the Carrera of Australia എന്ന് പറയുന്ന കോൺസെപ്റ്റിൽ നമ്മളൊന്ന് ജസ്റ്റ് നോക്കാം. They belong to the patrilineal society and follow restricted exchange. Second one, there are 4 section system. Example, Palieri and Banaka, in which 2 sections are subdivided into 2 or more by generation. There is the exchange of wives between themselves. Karimera and Paliari will exchange women, and so will be Bagag and Banaka. The children of Karimera, man, and Palieri, woman, will be Burang, and the children of Burang, man, and Banga, woman, will be Karimera. And the marriages are within the classificatory mothers and brothers' daughter. The woman move in one direction, goods and bride service move in the opposite directions. The whole universe is segregated into us and them. Those who you cannot marry and those who can and should. ഇനി അതിൻ്റെ അകത്ത് വരുന്ന വേറൊരു കോൺസെപ്റ്റ് ആണ് ഇതിനകത്ത് ക്വസ്റ്റ്യൻസ് ആയിട്ട് വരാൻ സാധ്യതയുള്ള കാര്യങ്ങളൊന്ന് പറയാം. കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ് ദ 2 types of exchange in elementary structure of kingship. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരാറുണ്ട് കേട്ടോ. എലമെന്ററി compare and contrast the 2 types of exchange in elementary structure of kinship എന്ന് പറയുന്ന കോൺസെപ്റ്റ് വരാറുള്ളതാണ്. അതുപോലെ തന്നെ explain the features of symmetrical exchange as practiced among the Carrera of Australia എന്ന് പറയുന്ന കോൺസെപ്റ്റ് നമുക്ക് ചോദിക്കാറുള്ളതാണ്. പിന്നെ വരുന്ന ഒരു കോൺസെപ്റ്റ് ആണ് കൾച്ചറൽ അപ്രോച്ച് എന്ന് പറയുന്നത്. ഓക്കെ, കൾച്ചറൽ അപ്രോച്ച് എന്താണ്? സാംസ്കാരികമായിട്ടുള്ള സമീപനം എന്നാണ് അല്ലെ അതിന്റെ അർത്ഥം കൾച്ചറൽ അപ്രോച്ചിന്. There are 2 ways to understand kingship. One proclaims that kingship could not only be assessed from the biological necessities of human reproduction. The belief was that kingship was based on acts of sexual relations and procreation. The emphasis was given by the prominence or tracing the relations with throughout descent and marriage. The first approach, in which the family and marriage was the focus of analysis, is known as the biological model or genealogical approach. According to other belief, the references to biology is nothing more than ethnocentric view of kingship derived from European center. They believed that kingship was to be understood only in relation to cultural practices of every society. Therefore, kingship is mainly a matter of culture. The real basis of kingship was therefore the culture and not biology. The culture approach believed that the social relationships are determined from the point of view of symbols in which relationships are abandoned. The kingship study depends upon the ethnographic examination of the culture. The culture approach therefore believed that kingship is a cultural or a social contract
and the biological approach believed that kinship is a natural and given. Okay. അപ്പൊ കൾച്ചറൽ അപ്രോച്ച് എന്ന് പറയുന്നത് എന്താണ്? സാംസ്കാരികമായിട്ടുള്ള സമീപനമാണ്. അപ്പൊ സാംസ്കാരിക സമീപനം എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മുടെ ഒരു നമ്മുടെ സംസ്കാരം എന്തൊക്കെയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്? നമ്മുടെ മതവും നമ്മുടെ ജീവിതവും നമ്മുടെ ലാംഗ്വേജും നമ്മുടെ ചിന്താരീതികളും വസ്ത്രധാരണവും എല്ലാം നമ്മുടെ സംസ്കാരവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് അല്ലെ. അപ്പോൾ നമ്മുടെ ബന്ധുത്വത്തിനും അതുപോലെ തന്നെ നമ്മുടെ വംശപരമ്പരയ്ക്കും ഒക്കെ ഈ ഒരു സംസ്കാരവുമായിട്ട് അടുത്ത ബന്ധമുണ്ട്. അതിനെക്കുറിച്ചൊക്കെയാണ് ഇവിടെ പറയാം. ഡേവിഡ് കോൺട്രിബ്യൂഷൻസ് എന്ന് പറഞ്ഞതുള്ള ഡേവിഡ് made an important contribution in the study of kingship and rejected the earlier understanding of kingship in purely biological terms. He opined that norms, values, and symbols were significant and hence kingship is cultural in nature. He added that biology as the basis of kingship in a Western nation and is an abstract idea which is to be found only in the minds of the anthropologists and not in the society which they studied. American Kingship, a cultural account was the book written by him that explained that what we think in nature in American culture is actually cultural. According to the definition given by him, culture is a system of symbols and meanings. He considered took kingship as a set of symbols and meanings. Skinner understood kingship away from genealogies and domestic domain and marked the beginning of new direction of kingship studies by focusing on the symbolic dimensions of biological and affine relations. This is called as the cultural turn into in anthropology is as it gave a cultural definition to kingship. അതുപോലെ തന്നെ ക്രിറ്റിക് ഓഫ് കിങ്ഷിപ്പ് സ്റ്റഡി എന്ന് പറയുന്നത് അക്കോർഡിംഗ് ടു ഡേവിഡ് the theories proposed by Western anthropologists were limited in their applicability and could not be used to understand family and kingship is non-Western society. Understood kinship as abstract as there is no such thing as kingship in his work, A Critique of the Study of Kingship. He further opinion that Euro-American flock models realized kingship as a social construction of natural biological facts. He also added to his views by proposing that the anthropology of kingship merely reproduced taken for granted assumptions about the biological nature of kingship within these models. According to his theory, the social anthropologists were criticized on the following 3 grounds. Talk of to only biological aspect. They are worried about only sharing of biological substance and not about the magnitude of sharing. There is no differentiation between structure and culture. പിന്നെ വരുന്ന അമേരിക്കൻ കിങ്ഷിപ്പിനെ കുറിച്ചാണ്. പിന്നെ സിഗ്നിഫിക്കൻസ് ഓഫ് കൾച്ചറൽ അപ്രോച്ചിനെ കുറിച്ച് പറയുന്നുണ്ട്. സിഗ്നിഫിക്കൻസ് ഓഫ് കൾച്ചറൽ അപ്രോച്ച് എന്ന് പറയുന്നത് ദ കൾച്ചറൽ അപ്രോച്ച് ടു കിങ്ഷിപ്പ് ബൈ lead to renewal of the anthropological studies that forces modern culture which have been referred as new kingship studies as they investigate the non-biological root relatedness which focuses on how kingship emerged over time through caregiving relationships and in response to affirmative choices to create kinship ties. The new and emerging forms of kinship in the West and where are focused in these studies and the concerns that were brought into the body of kingship studies include the instability and divorce in heterosexual marriage, the advent of same-sex marriage, gender equality, gay rights, falling fertility rates, increasing numbers of people living on their own, and so on. അതുപോലെ തന്നെ വരുന്ന വേറൊരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഈ ന്യൂ കിങ്ഷിപ്പ് സ്റ്റഡീസിനെ കുറിച്ചുള്ളതാണ് കേട്ടോ. ന്യൂ കിങ്ഷിപ്പ് സ്റ്റഡീസ് എന്ന് പറയുന്നത് ആസ് പെർ ദ ഡെഫിനിഷൻ ഓഫ് ദ കൾച്ചറൽ അപ്രോച്ച് കിങ്ഷിപ്പ് റിഫേഴ്സ് ടു എ symbolic system of meanings that carries over into other ideological spheres. This approach left a strong influence on subsequent studies. There are many accounts of kingship, both the Western and non-Western societies, that give in-depth description of how understandings of kingship differ on account of cultural factors including ethnicity, personal experiences, and other attributes. The cultural approach contributes towards taking kingship beyond biology in order to understand relations and that are not based on blood or marriage. അപ്പോൾ അതാണ് ന്യൂ കിങ്ഷിപ്പ് സ്റ്റഡീസിനെ കുറിച്ചുള്ള കുറച്ച് കോൺസെപ്റ്റ്സുകൾ.
അതുപോലെ തന്നെ ബിയോണ്ട് ബയോളജി, അതായത് കിങ്ഷിപ്പ് സ്റ്റഡീസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അതുപോലെ കൾച്ചറൽ അപ്രോച്ച് എന്ന് പറയുന്ന കോൺസെപ്റ്റിനെ കുറിച്ചും പറഞ്ഞു. അപ്പം ജീവശാസ്ത്രപരമായിട്ടല്ലാതെ അതിനേക്കാൾ മുകളിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ഇതിൽ നിന്ന് പഠിക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, cultural approach was welcomed by many anthropologists who wanted to free kingship from the bonds of biology. Gays and lesbians championed the nation that biology does not set a standard for everybody. In the construction of non-traditional families, the cultural approach broadened the understanding of family and marriage to include relations formed outside horizontal, heterosexual and monogamous sexual unions. The concept of fictive kingship become relevant in understanding a wide range of relations that were constructed in non-biological manner. There is a greater awareness among scholars and social scientists that kingship does not simply mirror physical relations but is socially created in specific cultural context. One response is this realization has been to attempt to move beyond the ideas of genealogical connections and use more appropriate terms such as relatedness. ഇനി ഫെമിനിസ്റ്റ് സ്റ്റഡീസിനെ കുറിച്ച് നമ്മൾ പറയുന്നുണ്ട്. ഫെമിനിസ്റ്റ് സ്റ്റഡീസ് എന്താണ്? Many feminists used to the approach in order to deconstructed the understanding of gender. They proclaimed that gender was a cultural construct and its meaning is different from one society to another. According to the feminists, the gender is at the center of analysis, the stress on the dynamics of power relations rather than one descent and alliance. Therefore, the kingship and lineage relations become constructed not to terms of rights and duties, but in terms of power and strategy to gain power. The work done by Collier or patrilineal system focused on how women strategies their position in a patrilineal residence in order to promote their interests through their husbands and sons. അപ്പൊ ഇതാണ് ഫെമിനിസ്റ്റ് സ്റ്റഡീസിനെ കുറിച്ച് പറയാം. ഫെമിനിസം എന്ന് പറയുന്നത് എന്താണ്? കോൺസെപ്റ്റ് ഓർത്തിരിക്കാം. ഫെമിനിസം എന്ന് പറയുന്നത് എന്നാ സ്ത്രീകൾക്ക് ഏറ്റവും വലിയ പദവി കിട്ടണം അങ്ങനെയുള്ള ഒരു കോൺസെപ്റ്റ് അല്ല ഫെമിനിസം. ശരിക്കും പറഞ്ഞാൽ സ്ത്രീകളെ പുരുഷന്മാരെ പോലെ തന്നെ അവരും തുല്യരായിട്ട് കാണണം എന്നുള്ളൊരു കോൺസെപ്റ്റിലാണ് ഫെമിനിസം എന്ന് പറയുന്ന ഒരു ടേം നിലനിൽക്കുന്നത്. ചില ആളുകൾ തെറ്റിദ്ധരിക്കാറുണ്ട്, ആണുങ്ങളെക്കാൾ ഉയർന്ന ആളുകളാണ് പെൺകുട്ടികൾ അല്ലെങ്കിൽ പെണ്ണുങ്ങൾ എന്നുള്ള ഒരു കോൺസെപ്റ്റാണ് ഫെമിനിസ്റ്റുകൾ പറയുന്നതെന്നാണ് പല ആളുകളും വിചാരിക്കുന്നത്. അതുപോലെ തന്നെ ഫെമിനിസ്റ്റ് ആണ് എന്ന് പറയുന്നത് പെൺകുട്ടികൾ മാത്രമല്ല, ആൺകുട്ടികളും ഞാൻ ഫെമിനിസ്റ്റ് ആണെന്ന് പറയാറുണ്ട്. പെൺകുട്ടികൾക്ക് ആണുങ്ങളെ പോലെ തന്നെ തുല്യമായ ഒരു സ്ഥാനം കൊടുക്കണമെന്ന് വിചാരിക്കുന്ന ആണുങ്ങളെയും പെണ്ണുങ്ങളെയും ഒക്കെ നമ്മൾ ഫെമിനിസ്റ്റുകളായിട്ട് കാണാറുണ്ട്. ഓക്കെ, അപ്പൊ അത്രയും കാര്യം ഓർക്കാം. The two eminent anthropologists, namely Jan Scholar and Sillai, proclaimed that the study of kingship and gender should not be passionated with a reference to biological facts of reproduction as they are culturally constructed on their own. They stressed that there are different ideas of male and females, femininity and masculinity in different cultures. The contributions made by the feminists gave a new direction with the focus on women as agents and not as bodies over whom men have rights and whom function to kind to their kin group. There were many research and studies that lead to the shift in the meaning of king, especially meaning of mother and motherhood. The study done by Ragan surrogate motherhood conception in the heart made a difference between the biological mother and the adoptive mother. She proclaimed that the adoptive mother is the one who has convinced the child in the heart and not the body. She added that both the mothers share the experience of pregnancy in shopping and rituals that redefine the cultural meaning of motherhood. They opinioned the motherhood is based on nutrients and not only on biological ties. അതുപോലെ തന്നെ ന്യൂ റീപ്രൊഡക്റ്റീവ് ടെക്നോളജീസിനെ കുറിച്ചും നമ്മൾ പറയുന്നുണ്ട്. കാരണം ഫെമിനിസത്തെ കുറിച്ച് മാത്രമല്ല, അത് കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ ന്യൂ റീപ്രൊഡക്റ്റീവ് ടെക്നോളജീസ് നമ്മളെ സംബന്ധിച്ച് വളരെ പ്രധാനമാണ്. അതായത് ഒരുപാട് മെത്തേഡ്സ് നമുക്കിപ്പോൾ അല്ലെ, സെറോഗസിനെ കുറിച്ചൊക്കെ നമുക്ക് അറിയായിരിക്കും. അപ്പം ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചിരിക്കേണ്ടത്, നമ്മൾ സോഷ്യോളജിസ്റ്റുകൾ എന്ന നിലയിൽ ഇതിനെക്കുറിച്ചും പഠിച്ചിരിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. The latest technologies that are used worldwide for procreation include gene transfers, the vitro fertilization, embryo
ട്രാൻസ്ഫർ, അതുപോലെ തന്നെ ഇൻട്രാഫ്ലാപ്പിൻ ട്രാൻസ്ഫർ, സറോഗസി, സ്പെം ബാങ്ക്സ്, ഫ്രോസൺ എംബ്രോയ്സ് എക്സെട്ര ആർ കോൾഡ് ന്യൂ റീപ്രൊഡക്റ്റീവ് ടെക്നോളജീസ്. അപ്പം ഈ കാര്യങ്ങൾ ഓർക്കുക. ഇപ്പൊ ന്യൂ റീപ്രൊഡക്റ്റീവ് ടെക്നോളജീസിനെ കുറിച്ച് നമ്മൾ ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അപ്പം പ്രധാനമായിട്ടും സെറോഗസി എന്താണെന്ന് അറിയാലോ. ഒരു ആൺകുട്ടിക്കും പെൺകുട്ടിക്കും അല്ലെങ്കിൽ ഒരു സ്ത്രീ പുരുഷന്മാർക്ക്, ഒരു ദമ്പതികൾക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നില്ല എങ്കിൽ, ഒരു പെൺകുട്ടിയുടെ ആരോഗ്യസ്ഥിതി വഷളാണ് എങ്കിൽ, ഒരു കുഞ്ഞിനെ വഹിക്കാനുള്ള ഒരു എന്താണ് കേപ്പബിലിറ്റി ഇല്ല എങ്കിൽ, നമ്മൾ എന്ത് ചെയ്യും? ഒരു ആണിന്റെയും പെണ്ണിന്റെയും ബീജവും അതുപോലെ തന്നെ എഗ്ഗും ഒരു മറ്റൊരു പെണ്ണിൽ നിക്ഷേപിച്ചിട്ട് അതൊരു കുഞ്ഞായിട്ട് ടെസ്റ്റ് ട്യൂബ് ബേബി ആയിട്ട് അതിനെ ഒന്ന് സംയോജിപ്പിച്ച് ആ ഒരു മറ്റൊരു പെണ്ണിന്റെ ഉദരത്തിൽ നിക്ഷേപിച്ച് അതിനെ പിന്നീട് ആ പെണ്ണ്, അതായത് അച്ഛനും, യഥാർത്ഥ അച്ഛനന്മാരല്ല, വേറൊരു വാടക ഗർഭപാത്രത്തിൽ ആ ഒരു കുഞ്ഞ് വളരുകയും അതിനെ പ്രസവിച്ചതിന് ശേഷം സ്വന്തം അച്ഛനന്മാർക്ക് തിരിച്ചേൽപ്പിക്കുകയും ചെയ്യുന്ന ഒരു കോൺസെപ്റ്റ് ആണ് സെറോഗസി എന്ന് പറയുന്നത്. അപ്പോൾ വാടക ഗർഭപാത്രമൊക്കെ നമ്മളിപ്പോ കേട്ടിട്ടുണ്ടാവും പലയിടത്തും. നയൻതാരയൊക്കെ കുഞ്ഞിനെ പ്രസവിച്ച സെറോഗസി വഴിയാണ് അല്ലെ. അപ്പൊ അതൊക്കെ ഒന്ന് ഓർക്കുക. അതുപോലെ തന്നെ സ്പേം ബാങ്ക്സ് ഉണ്ട്. അതായത് നമുക്കിപ്പോ വിവാഹിത അല്ലാത്ത അല്ലെങ്കിൽ അവിവാഹിതയായിട്ടുള്ള ഒരു പെണ്ണിന് ഒരു കുഞ്ഞ് വേണമെന്ന് തോന്നുകയാണെങ്കിൽ അതിന് സ്പേം ബാങ്കിൽ പോയിട്ട് സ്പേം ഡൊണേറ്റ് ചെയ്യുന്ന ആളുകളിൽ നിന്ന് സ്പേം സ്വീകരിച്ചിട്ട് അതിൽ നിന്ന് ഒരു കുഞ്ഞുണ്ടാക്കാനായിട്ട് അത് ഹെൽപ്ഫുൾ ആവും. അപ്പൊ സ്പേം ബാങ്ക്സ് ഒരുപാടുണ്ട്. നമുക്ക് അങ്ങനെ വേണമെങ്കിൽ ഒരു കുഞ്ഞിനെ നമുക്ക് ഗർഭം ധരിക്കാനായിട്ട് സാധിക്കും. പിന്നെ വരുന്നത് ഫ്രോസൺ എംബ്രോയ്സ് ആണ്. ഫ്രോസൺ എംബ്രോയ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു സ്ത്രീയുടെ അണ്ഡം ഏകദേശം അവളുടെ ചെറുപ്പ കാലഘട്ടത്തിലായിരിക്കും അണ്ഡം ഏറ്റവും അധികം ആരോഗ്യത്തോടെ ഇരിക്കുക. അപ്പം ഒരു പെൺകുട്ടി പ്രായപൂർത്തിയാകുന്നതിന് മുൻപ് അല്ലെങ്കിൽ ഒരു പെൺകുട്ടിക്ക് ഒരു അവളുടെ ഒരു ജീവിതം തുടങ്ങുന്ന സമയത്ത് അവൾക്ക് ചിലപ്പോൾ കരിയർ ഡെവലപ്മെന്റ് ഒക്കെ വേണ്ടിയിട്ട് അവൾ ചിലപ്പോൾ ഈ കുഞ്ഞിനെ വേണ്ട എന്ന് വിചാരിക്കുകയാണെങ്കിൽ ആ പെൺകുട്ടിയുടെ അണ്ഡം എടുത്ത് അത് ഫ്രീസ് ചെയ്ത് സൂക്ഷിക്കാൻ പറ്റും. കാരണം അവർക്ക് ഏതെങ്കിലും ഒരു കാലത്ത് കുഞ്ഞിനെ വേണമെന്ന് തോന്നുകയാണെങ്കിൽ ബീജം കയറ്റി നമുക്ക് പിന്നീട് അത് റീയൂസ് ചെയ്യാൻ പറ്റും. അതായത് ആ ഒരു അണ്ഡത്തിന്, ആരോഗ്യമുള്ള അണ്ഡങ്ങൾ നമ്മൾ എടുത്ത് ഫ്രീസ് ചെയ്ത് വെക്കുന്നതാണ് ഏറ്റവും അധികം ബെനിഫിറ്റ്. പല ഹോസ്പിറ്റൽസും അതിനുള്ള ഒരു ഫെസിലിറ്റീസ് ഇപ്പോൾ ഉണ്ട്. കാരണം ഒരുപാട് വർഷങ്ങൾ കഴിയും. അപ്പൊ ഒരു 35 വയസ്സൊക്കെ ആകുമ്പോഴാണ് അവരുടെ കരിയർ ഒക്കെ സെറ്റ് ആവുന്നത്, അവര് ഓക്കെ ആവുന്നതെങ്കിൽ. പക്ഷെ ആ ഒരു 35-ാമത്തെ വയസ്സിൽ അവർ ട്രൈ ചെയ്യുകയാണെങ്കിൽ, ഒരു കുഞ്ഞിന് വേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ പോലും ചിലപ്പോൾ ആ കുഞ്ഞ് ഉണ്ടാവണമെന്നില്ല. ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാം അതില്. അപ്പൊ ആ ഒരു ടൈമിലാണെങ്കിൽ പോലും ആ ഈ ഒരു അണ്ഡം ശേഖരിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ആ അണ്ഡം പെൺകുട്ടിയിലേക്ക് ഇഞ്ചെക്ട് ചെയ്തിട്ട് ഒരു കുഞ്ഞിനെ പ്രസവിക്കാനായിട്ട് ആ പെൺകുട്ടിക്ക് സാധിക്കും. അപ്പൊ അതൊക്കെയാണ് പറയാ. അതുപോലെ തന്നെ ഒരുപാട് മെത്തേഡ്സ് ഉണ്ട് എന്നാണ് പറയാം. ഒരു കുഞ്ഞിന് വേണ്ടി ട്രൈ ചെയ്യുന്ന ആളുകൾക്ക് ഒരുപാട് പോസിബിലിറ്റീസ് ഉണ്ടെന്നാണ് നമ്മൾ പറയാം. പിന്നെ വിത്ത് ദ യൂസ് ഓഫ് IVF, അതൊക്കെ നിങ്ങൾക്ക് അറിയാലോ അല്ലെ. IVF-നെ കുറിച്ചൊക്കെ നമുക്ക് അറിയാലോ. അപ്പൊ അതൊക്കെ നമുക്ക് ഇതിനുള്ള പോസിബിലിറ്റീസ് ആണ്. വിത്ത് ദ യൂസ് ഓഫ് ദിസ് ടെക്നോളജീസ് ഇൻ ദിസ് early desire of separate sex from reproduction and allow a woman to connective without intercourse, the primitive man to be genetically related to the child of a woman with whom he has a physical contact. The challenges was brought about by the concept was previously held culture constructions of kingship and brides about new kingship or social relations, thus refining kingship relations. These technologies help in letting the people exploit their understanding or relatedness, identity, and social cultural belonging. It is now the matter of choice, and hence it can be said that the technology has denaturalized kingship. With the help of these technologies, and people are able to choose to reproduce, that also construct relationship is to give the prohibitory for the inclusion of new participations in the kingship network, like the sperm donor or egg donor. This lead to a new meaning of kingship which is beyond biology and also wins the kingship network. അപ്പൊ ഇതാണ് ന്യൂ റീപ്രൊഡക്റ്റീവ് ടെക്നോളജീസിൽ വരുന്ന ഒരു കോൺസെപ്റ്റ് കേട്ടോ. ഒരുപാട് എന്താണ് ന്യൂ ടെക്നോളജീസ് ഉണ്ട്. നമുക്ക് ഒരു കുഞ്ഞിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്ന അല്ലെങ്കിൽ റീപ്രൊഡക്ഷന് വേണ്ടിയിട്ട് ഒരുപാട് ടെക്നോളജീസ് നമുക്ക് ഇന്നത്തെ സമൂഹത്തിൽ ഉണ്ടെന്ന് ഓർത്തിരിക്കാം. അതിനുള്ള ഉദാഹരണങ്ങൾ ഓർത്തിരിക്കാം. പിന്നെ ഇതിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം.
ഗീവ് ടു ഡിഫറൻറ്റ് ബിറ്റ്വീൻ ബയോളജിക്കൽ ഫാമിലി ആൻഡ് ഫാമിലി ബൈ ചോയ്സ്. അപ്പൊ ആ ഒരു കോൺസെപ്റ്റിൽ നമുക്ക് അറിയാവുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ബയോളജിക്കൽ ഫാമിലി എന്താണെന്നും അതുപോലെ തന്നെ ഫാമിലി ബൈ ചോയ്സ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് നമ്മൾ ജസ്റ്റ് ഒന്ന് പഠിച്ചിരിക്കണം. അതിൽ നിന്ന് ചോദ്യം വരാറുണ്ട്. അതിന്റെ കുറച്ച് പോയിന്റ്സ് നമുക്ക് പറയാം. ഫാമിലി ബൈ ചോയ്സ് റിഫർ ടു ദ ഫാമിലീസ് ഓഫ് homosexuals or lesbians, gay, who have opted out of their biological family due to rejection and violence, and its contract. The biological family refers to the family of origin or the family in which a person is born. The blood ties from the basis of the biological family, whereas choice is possible for formation of family outside the of biology ties, and the relationship were based on love and friendship rather than biological or affinal connections. The gay lesbian couple seeks to displace bio genetic identity from the definition of reproductive kinship. This is another instance of cultural understanding of family and of culture understanding of family and kingship, where relationship are not given but constructed and negotiated in everyday situations. അപ്പൊ ഇതാണ് ഈ ഒരു ബയോളജിക്കൽ ഫാമിലീസിനെയും അല്ലെങ്കിൽ ഫാമിലി ബൈ ചൂസൺ എന്ന് പറയുന്ന കോൺസെപ്റ്റ് അല്ലെങ്കിൽ ചോയ്സ് എന്ന് പറയുന്ന കോൺസെപ്റ്റിൽ ഉൾപ്പെടുന്ന കാര്യങ്ങളെ. അപ്പൊ ഫാമിലി ബൈ ചോയ്സ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഫാമിലി നമ്മൾ ചോയ്സസ് അനുസരിച്ച് നമുക്ക് ഒരു ഫാമിലിനെ നമുക്ക് വേണമെങ്കിൽ ഓപ്റ്റ് ചെയ്യാൻ പറ്റും അല്ലെ. അപ്പൊ അതിനെ കുറിച്ചാണ് പറയാൻ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ എക്സാമിന് വരുന്നത് കേട്ടോ. അത് വരാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് കാര്യങ്ങളാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമുക്കൊന്ന് അടുത്ത പ്രാവശ്യത്തെ ക്ലാസ്സിൽ വരുമ്പോൾ ഒന്ന് പഠിച്ചു വെച്ചിട്ട് വരാം. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ അടുത്ത ചാപ്റ്റർ നമുക്ക് നോക്കാം കേട്ടോ. അപ്പൊ അടുത്ത ചാപ്റ്റർ എന്ന് പറയുന്നത് അടുത്ത ചാപ്റ്റർ പഠിക്കുന്നതിന് മുൻപ് ഈ ചാപ്റ്ററുകളെല്ലാം കൃത്യമായിട്ടൊന്ന് വായിച്ച് പഠിച്ചിട്ട് വേണം വരാൻ. ഓക്കെ, 6ാമത്തെ ചാപ്റ്റർ ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ടോ? ഓക്കെ, അപ്പം വൈൻഡ് അപ്പ് ചെയ്യാം. താങ്ക് യു.